ഹായ് വെൽക്കം ടു അബീസ് വിഷൻ. വാട്സപ്പിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ? പല 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 മാറ്റങ്ങൾ വാട്സപ്പിൽ വന്നുകൊണ്ടിരിക്കും. ഇതെല്ലാം നിങ്ങൾ അറിയുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, പിന്നെ യൂട്യൂബേഴ്സായി നിങ്ങളൊക്കെ എന്തിനാ, നിങ്ങളല്ലേ ഇതൊക്കെ പറഞ്ഞു തരേണ്ടതല്ലേ? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. യൂട്യൂബിൽ വന്നിരിക്കുന്ന ഏറ്റവും അടിപൊളി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ്. നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിന് മുൻപ് നിങ്ങൾ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിന്റെ തൊട്ടടുത്തുള്ള ലൈക്ക് ബട്ടണും പിന്നെ അതിനുശേഷമുള്ള എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മറക്കരുത്. എല്ലാവരും ഒന്ന് അറിയട്ടെ പുതിയ പുതിയ അപ്ഡേറ്റ്സുകളും കാര്യങ്ങളെല്ലാം. മൊബൈൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പ് എന്ന് പറഞ്ഞിരിക്കുന്ന ഐക്കൺ കാണാം. ഈ വാട്സപ്പ് ആണ് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് നമ്മൾ ഇന്ററാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ അവരുമായിട്ട് ഡെയിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ കംപ്ലൈന്റ് നമ്മുടെ ഫ്രണ്ട്സിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ റിലേറ്റീവ്സിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നത്, ഞാൻ അയക്കുന്ന മെസ്സേജുകളൊന്നും നീ കാണുന്നില്ല, എനിക്ക് റിപ്ലൈ തരുന്നില്ല എന്നുള്ളൊരു മെസ്സേജ് നമുക്ക് എപ്പോഴും വരാറുണ്ട്. അതിനുള്ള ഒരു ഓപ്ഷനാണ് ആദ്യം പറഞ്ഞിരുന്നത്. അതിനുശേഷം ഞാൻ രണ്ടാമതായിട്ട് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പിൻ ചെയ്യുന്ന കാര്യം പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് ഇത്രയും അധികം ഫ്രണ്ട്സ് ഉണ്ട് അല്ലെങ്കിൽ കോൺടാക്ട്സ് ഉണ്ട്. അപ്പൊ ഇവിടെ നിന്ന് വരുന്ന മെസ്സേജുകൾ നമുക്ക് എപ്പോഴും നമുക്ക് ആദ്യം കണ്ടോളണമെന്നില്ല അല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ പിൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. വാട്സപ്പിൽ സാധാരണ നമ്മൾ കോൺടാക്ട്സ് നമുക്ക് പിൻ ചെയ്യുന്ന കാര്യം ഞാൻ ആദ്യം പറഞ്ഞുതരാം. അതിനുശേഷം ചാറ്റ്സ് പിൻ ചെയ്യുന്ന പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് ഇത്രയധികം കോൺടാക്ട്സ് ഉള്ള സമയത്ത് നമുക്ക് ഓരോ വ്യക്തികളുടെ, അതായത് നമുക്ക് ഇമ്പോർട്ടൻസ് അനുസരിച്ചിട്ട് നമുക്ക് ഓരോ വ്യക്തികളുടെ പിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം, ഇപ്പൊ ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ ഒരു പേര് ടൈപ്പ് ചെയ്യാണ്, ജിജീഷ് എന്ന് പറയുന്ന ഒരു പേര് ടൈപ്പ് ചെയ്തു. അതിനുശേഷം നമുക്ക് ഇവിടെ പോപ്പ് വരുന്നുണ്ട്. ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പിൻ ചാറ്റ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കൊടുത്തു. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കണക്കുണ്ട്, അത് പിൻ ആയിട്ടുണ്ട്. ഇനി നമുക്കത് അൺപിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ നമുക്ക് അൺപിൻ ചാറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് അൺപിൻ ചെയ്യാനും പറ്റും. അപ്പം ഈ ഒരു പിൻ ചാറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ പറഞ്ഞിരിക്കുന്ന ജിജീഷ് എന്ന് പറഞ്ഞിരിക്കുന്ന എൻ്റെ ഫ്രണ്ടിന്റെ മെസ്സേജുകൾ എനിക്ക് ഏറ്റവും ടോപ്പിൽ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് ആദ്യം തന്നെ വന്നു വെക്കും. അപ്പം എന്ത് മെസ്സേജ് അവൻ അയച്ചാലും നമുക്ക് വരും. ഇനി രണ്ടാമത് എൻ്റെ ഫ്രണ്ടിന്റെ മറ്റൊരു ഫ്രണ്ടിന്റെ പേര് രതീഷ് എന്ന് പറഞ്ഞിരിക്കുന്ന പേര് ടൈപ്പ് ചെയ്തു. അതും ഞാൻ എന്ത് ചെയ്തു, ഇതേപോലെ പിൻ ചാറ്റ് കൊടുത്തു. അപ്പൊ ഈ രണ്ടെണ്ണം അവിടെ പിൻ ആയിട്ടുണ്ട്. ഇനി മൂന്നാമതായിട്ട്, വീഡിയോ മുഴുവനായിട്ട് കാണാമെങ്കിലേ കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ, മൂന്നാമതായിട്ട് മറ്റൊരു പേരും കൂടി ഞാൻ ടൈപ്പ് ചെയ്യാണ്. നമ്മുടെ ഓഫീസ് സ്റ്റാഫിന്റെ പേര് കൂടി ടൈപ്പ് ചെയ്തു. ഇവിടെ നമുക്ക് പിൻ ചാറ്റ് കൊടുത്തു. അപ്പം ഇത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, 3 നമ്പേഴ്സ് ആണ് നമുക്ക് വാട്സപ്പിൽ പിൻ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് 3 പിൻ ചാറ്റുകൾ കണ്ടില്ലേ, 3 ഇവിടെ പിൻ ആയിട്ടുള്ള ഐക്കൺ കാണിക്കുന്നുണ്ട്. അപ്പം ഇനി ഇവരാണ് എൻ്റെ പ്രയോറിറ്റി ലിസ്റ്റിലുള്ളത്. അപ്പൊ ഇവർ അയക്കുന്ന മെസ്സേജുകൾ നമുക്ക് ഏറ്റവും ആദ്യം വന്ന് കാണാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട് ലിസ്റ്റിൽ ഇതേപോലെ തന്നെ ആരുടെ മെസ്സേജുകളാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിന്റെ ആണോ, അല്ലെങ്കിൽ ഹസ്ബൻഡ്, വൈഫ്, നമ്മുടെ മക്കൾ, ആരുടേതാണോ ഇതുപോലെ കാണണമെന്നുള്ളത് അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ പിൻ ചെയ്യുക. പക്ഷെ ഒരൊറ്റ പ്രശ്നമുണ്ട്, 3 ചാറ്റ്സുകൾ അല്ലെങ്കിൽ 3 കോൺടാക്ട്സ് മാത്രമേ നമുക്ക് ഇതുപോലെ പിൻ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യം, വീഡിയോ അത് സ്കിപ്പ് ചെയ്ത് രണ്ടാമത്തെ കാര്യം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റ് വന്നിരിക്കുന്നത്, ഇതേപോലുള്ള ഓരോ കോൺടാക്ട്സിൽ അവരുടെ ചാറ്റുകൾ നമുക്ക് ഇതുപോലെ പിൻ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ചാറ്റുകൾ എങ്ങനെയാണ് പിൻ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് പറഞ്ഞിരുന്നത്. അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്. അപ്പൊ അതിനായി നമ്മൾ ഏതെങ്കിലും ഒരു കോൺടാക്ട് ഓപ്പൺ ചെയ്യും. നമ്മുടെ രതീഷ് എന്ന് പറഞ്ഞിരിക്കുന്ന ഫ്രണ്ടിന്റെ കോൺടാക്ട് ഓപ്പൺ ചെയ്തു. അതിൽ നമ്മുടെ ചാറ്റ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം, ഈ ഒരു ചാറ്റാണ് എനിക്ക് പിൻ ചെയ്ത് വെക്കേണ്ടതെന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്, അതിന്റെ മേലൊന്ന് ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ കാണുന്ന 3 ഡോട്ട്സ് കാണില്ല, മോർ സെറ്റിംഗ്സ് 3 ഡോട്ട്സ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാർ, കോപ്പി, പിൻ, റിപ്പോർട്ട് എന്ന് പറഞ്ഞിരിക്കുന്ന 4 ഓപ്ഷൻസ് ആണ് കാണുന്നത്. ഇതിൽ പിൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ പുതിയതായിട്ട് വന്നതാണ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നതാണ്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ പിൻ എന്നൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അടുത്ത പോപ്പപ്പ് വിൻഡോ വരുന്നുണ്ട്. അടുത്ത അതിൽ ചോദിക്കുന്നത് ചൂസ് ഹൗ ലോങ് യുവർ പിൻ ലാസ്റ്റ്, എത്ര ടൈം നിൽക്കണം എന്ന് ചോദിക്കുന്നുണ്ട്. 24 മണിക്കൂർ മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ 7 ഡേയ്സ് ഉണ്ട്, 30 ഡേയ്സ് ഉണ്ട്, അങ്ങനെ 3 ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് 30 ഡേയ്സ് വരെ മാക്സിമം നമുക്ക് ഈ ചാറ്റുകൾ പിൻ ചെയ്ത് വെക്കാൻ പറ്റും. അഥവാ നമ്മളെ മെസ്സേജുകൾ, ഇപ്പം നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന രതീഷ് എന്ന് പറഞ്ഞ ഫ്രണ്ടിന്റെ മെസ്സേജ് നമുക്ക് ഒരു ഓർമ്മയുണ്ട്, അയ്യോ ഇത് എവിടെയായിരുന്നു എന്നുള്ളത് നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. 30 ഡേയ്സ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് പിൻ ചെയ്ത് വെക്കാൻ പറ്റും. നല്ലൊരു അടിപൊളി ഒരു ഓപ്ഷനാണ് ഇത്. ഇനി നമുക്ക് പിൻ ചെയ്തത് അൺപിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഈ ഒരു ചാറ്റിന്റെ മേലെ ലോങ് പ്രസ് ചെയ്താൽ ഇവിടെ കണ്ടില്ലേ അൺപിൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട്, അവിടെ അൺപിൻ കൊടുക്കാം. അല്ലെങ്കിൽ ഈ ചാറ്റ്സിന്റെ മേലെ തന്നെ നമ്മളൊന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞ് 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് അൺപിൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ കൊടുത്താലും ഇത് അൺപിൻ ചെയ്യാനും പറ്റും. ഇത് പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്. ഇതുവരെ വന്നിരിക്കുന്നത് കോൺടാക്ട്സ് നെയിംസ് മാത്രമേ നമുക്ക് പിൻ ചെയ്ത് വെക്കാൻ സാധിച്ചിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ നമുക്ക് ആ കോൺടാക്ട്സിൽ കയറി അവരുടെ ചാറ്റ് കൂടി നമുക്ക് എന്ത് ചെയ്ത് വെക്കാൻ പറ്റും, പിൻ ചെയ്ത് വെക്കാൻ പറ്റും. അതുകൊണ്ട് 30 ദിവസം വരെയാണ് ഇതിന്റെ ടൈം പറഞ്ഞിരിക്കുന്നത്. അപ്പം അൺപിൻ ചെയ്യണമെങ്കിൽ നമുക്ക് ആ 3 ഡോട്ട്സിൽ കയറിയിട്ട് അൺപിൻ ചെയ്ത് വെക്കുവാനും സാധിക്കും.
ഇപ്പോൾ നിങ്ങൾക്ക് പുതിയ അപ്ഡേറ്റ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലായില്ലേ? ഇതുപോലുള്ള വാട്സപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മാത്രമല്ല മൊബൈലിലുള്ള എല്ലാ സെറ്റിംഗ്സിനെ കുറിച്ചുള്ള വീഡിയോസും എന്റെ ചാനലിൽ ഒന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓരോന്ന് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം എല്ലാ വീഡിയോസും ഒന്ന് വാച്ച് ചെയ്ത് നോക്കുക. ഇതുപോലുള്ള പുതിയ പുതിയ അറിവുകൾ, പുതിയ നോളജുകൾ, പുതിയ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഇതെല്ലാം അറിയാൻ വേണ്ടി അബീസ് വിഷൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഇതുപോലുള്ള അടിപൊളി ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായി വരുന്നവരെ ഇറ്റ്സ് മീ അഭിലാഷ് രാഘവ് signing out.